ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 3rd സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ ടെൻഡർ ടച്ച് എന്ന യൂണിറ്റിൻ്റെ ഫുൾ ആക്ടിവിറ്റീസാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ഓൾറെഡി നമ്മൾ ഈ യൂണിറ്റ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇതിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ഐഡൻറ്റിഫൈ ദ റൈമിംഗ് വേർഡ്സ് ആൻഡ് ഗിവ് ദ സെയിം കളർ ടു ഈച്ച് പെയർ. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റൈമിംഗ് വേർഡ്സ് ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതാനാണ്. അതുപോലെ മാച്ചായി വരുന്ന കളറും നൽകണം. റൈമിംഗ് വേർഡ്സ് എന്നാൽ നമ്മൾ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ ഒരേ സൗണ്ട് വരുന്ന വേർഡ്സിനെയാണ് റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് റൈമിംഗ് വേർഡ്സ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വേർഡ് ഏതാണ്? ഫ്രൗൺ. ഫ്രൗണ്ട് റൈമിംഗ് വേർഡായി വരുന്നത് ഡൗൺ. സെക്കൻഡ് വൺ ഹോൾഡ്, ഗോൾഡ്. ഹാൻഡ്, അണ്ടർസ്റ്റാൻഡ്. ഇതുപോലെയാണ് വരിക. ഫ്രൗൺ, ഡൗൺ, ഹോൾഡ്, ഗോൾഡ്, ഹാൻഡ്, അണ്ടർസ്റ്റാൻഡ്. സെക്കൻഡ് ആക്ടിവിറ്റി നോക്കാം. കംപ്ലീറ്റ് ദി പോയം യൂസിങ് ദ ക്ലൂസ് ഗിവൺ ഇൻ ദി ബോക്സ്. താഴെ തന്നിരിക്കുന്ന ബോക്സിലെ ക്ലൂസ് ഉപയോഗിച്ച് നമ്മൾക്ക് ഈ ഒരു പോയം കംപ്ലീറ്റ് ചെയ്യണം. പോയം നോക്കൂ. മൈ ഫ്രണ്ട്, എൻ്റെ കൂട്ടുകാരൻ. അപ്പോൾ ഒരു ഫ്രണ്ടിനെ കുറിച്ചിട്ടുള്ള ഒരു പോയമാണ് തന്നിരിക്കുന്നത്. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ബട്ടർഫ്ലൈ ഫ്ലട്ടറിങ് ഇൻ ദി ഗാർഡൻ. പൂന്തോട്ടത്തിൽ പാറിപ്പറക്കുന്ന ഒരു പൂമ്പാറ്റയെ പോലെയാണ് എൻ്റെ ഫ്രണ്ട്. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ പീകോക്ക് ഡാൻസിങ് ഇൻ ദി വൂഡ്സ്. മരങ്ങൾക്കിടയിൽ ഡാൻസ് ചെയ്യുന്ന ഒരു പീകോക്കിനെ പോലെയാണ് എൻ്റെ ഫ്രണ്ട്. അപ്പോൾ നെക്സ്റ്റ് ലൈൻസ് നമ്മൾ ആഡ് ചെയ്യണം. ഈ ബോക്സിൽ തന്നിരിക്കുന്ന വേർഡ്സുകൾ എന്തൊക്കെയാണ്? ട്രീ, ബോട്ട്, ഫ്ലവർ, സ്റ്റാർ. അതിനെല്ലാം മാച്ച് ചെയ്ത് വരുന്ന ലൈൻസും അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിനെ പോയം ആക്കി എഴുതുന്നത് എന്ന് നോക്കാം. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ബോട്ട് ഫ്ലോട്ടിംഗ് ഓൺ ദി റിവർ. പുഴയിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു ബോട്ട് പോലെയാണ് എൻ്റെ ഫ്രണ്ട്. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ട്രീ സ്വയിങ് ഇൻ ദി വിൻഡ്. കാറ്റത്ത് ആടി ഉലയുന്ന ഒരു മരം പോലെയാണ് എൻ്റെ ഫ്രണ്ട്. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ഫ്ലവർ ബ്ലൂമിങ് ഇൻ ദി ഗാർഡൻ. ഗാർഡനിൽ വിരിഞ്ഞു നിൽക്കുന്ന ഒരു പൂവിനെ പോലെയാണ് എൻ്റെ ഫ്രണ്ട്. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ സ്റ്റാർ ഷൈനിങ് ഇൻ ദി സ്കൈ. ആകാശത്ത് തിളങ്ങി നിൽക്കുന്ന നക്ഷത്രത്തെ പോലെയാണ് എൻ്റെ ഫ്രണ്ട്. ആക്ടിവിറ്റി 3. ലെറ്റ്സ് ഡിസ്കസ്. വാട്ട് ഡസ് യുവർ മദർ ഡു അറ്റ് ഹോം? നിങ്ങളുടെ അമ്മ എന്താണ് വീട്ടിൽ ചെയ്യാറുള്ളത്? വാട്ട് ഡസ് യുവർ ഫാദർ ഡു അറ്റ് ഹോം? നിങ്ങളുടെ വീട്ടിൽ അച്ഛൻ എന്താണ് ചെയ്യാറുള്ളത്? ഡു യു ഹെൽപ്പ് യുവർ പാരൻസ്? ഹൗ? നിങ്ങൾ നിങ്ങളുടെ പാരൻസിനെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? എങ്ങനെ? ഇതിനുള്ള ആൻസറാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. ഈ ഒരു പിക്ചറിൽ നോക്കൂ. സാഷയുടെ അച്ഛൻ കുക്ക് ചെയ്യുമ്പോൾ സാഷയുടെ അമ്മ ക്ലീൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സാഷയും നിൽക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണോ നിങ്ങളുടെ വീട്ടിലും? എങ്ങനെയാണ് എഴുതേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു ചെറിയ എക്സാമ്പിൾ കാണിച്ചു തരാം. My mother cleans home, washes clothes, take care of my grandparents, plants trees in garden, help me in lessons. എൻ്റെ അമ്മ വീട് ക്ലീൻ ചെയ്യുകയും തുണികൾ വൃത്തിയാക്കുകയും എൻ്റെ ഗ്രാൻഡ് പാരൻസിനെ കെയർ ചെയ്യുകയും ഗാർഡനിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും എന്നെ പാഠങ്ങൾ പഠിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. മൈ ഫാദർ കുക്സ് ഫുഡ്, റീഡ് സ്റ്റോറി ബുക്സ് ഫോർ മീ ആൻഡ് ടേക്ക് കെയർ ഓഫ് മൈ ഗ്രാൻഡ് പാരൻസ്. എൻ്റെ അച്ഛൻ പാചകം ചെയ്യുകയും എനിക്ക് വേണ്ടി കഥാബുക്കുകൾ വായിച്ചു തരികയും എൻ്റെ ഗ്രാൻഡ് പാരൻസിനെ കെയർ ചെയ്യുകയും ചെയ്യും. ഐ ഹെൽപ്പ് മദർ ടു ക്ലീൻ റൂംസ്, വാട്ടറിംഗ് പ്ലാന്റ്സ് ഇൻ ദി ഗാർഡൻ ആൻഡ് ടേക്ക് കെയർ ഓഫ് മൈ ഗ്രാൻഡ് പാരൻസ്. എൻ്റെ അമ്മയെ റൂം ക്ലീൻ ചെയ്യുന്നതിൽ ഞാൻ സഹായിക്കുകയും ഗാർഡനിലെ ചെടികളിൽ വെള്ളം നനയ്ക്കുകയും എൻ്റെ ഗ്രാൻഡ് പാരൻസിനെ സംരക്ഷിക്കുകയും ചെയ്യും. ആക്ടിവിറ്റി 4. സാഷ ഓഫർഡ് ആൻ ഉണ്ണിയപ്പം ടു ദി ഗേൾ, ബട്ട് ദ ഗേൾ ran away without accepting it. What could be Sasha's feelings? റൈറ്റ് സാഷാസ് തോട്ട്സ്. സാഷ ആ പെൺകുട്ടിക്ക് ഉണ്ണിയപ്പം നൽകിയപ്പോൾ ആ കുട്ടി അത് നിരസിച്ചു. അപ്പോൾ സാഷയ്ക്ക് എന്തായിരിക്കും തോന്നിയിട്ടുണ്ടാവുക? ഇവിടെ സാഷയുടെ തോട്ടാണ് എഴുതേണ്ടത്. എന്തായിരിക്കും സാഷ ചിന്തിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം. ഐ കാൺ ഫോർഗെറ്റ് ദിസ് ഡേ. എനിക്ക് ഈ ഒരു ദിവസം ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഐ സോ എ ഗേൾ ഔട്ട്സൈഡ് ദി ക്ലാസ് റൂം. ഞാൻ ക്ലാസ് റൂമിൻ്റെ പുറത്ത് ഒരു പെൺകുട്ടിയെ കണ്ടു. വൈ ഡിഡ് ഷീ കം ഹിയർ? അവൾ എന്തിനാണ് ഇവിടേക്ക് വന്നത്? വേർ ഡസ് ഷീ ലിവ്? അവൾ എവിടെയാണ് താമസിക്കുന്നത്? ഷീ ലുക്സ് പുവർ. അവളെ കാണാൻ തന്നെ ഒരു പാവം പിടിച്ച പെൺകുട്ടിയാണ്. ഐ ഫീൽ സാഡ്. എനിക്ക് സങ്കടം വന്നു. ഐ തിങ്ക് നവീൻ വിൽ ഹെൽപ്പ് മീ.
ഞാൻ വിചാരിക്കുന്നു നവീൻ എന്നെ സഹായിക്കാൻ കഴിയുമെന്ന്. വി വിൽ മേക്ക് ഹെർ സ്മൈൽ. ഞങ്ങൾ അവളെ പുഞ്ചിരിപ്പിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ അവളെ സന്തോഷിപ്പിക്കും. ഇതായിരിക്കും സാഷയുടെ തോട്ട്. ഫിഫ്ത്ത് ആക്ടിവിറ്റി. സാഷ ടോൾഡ് അനു ടീച്ചർ അബൌട്ട് കവിത. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ സാഷ ആൻഡ് ഹെർ ടീച്ചർ. സാഷ കവിതയെക്കുറിച്ച് അനുപമ ടീച്ചറോട് പറഞ്ഞു. അപ്പോൾ സാഷയും ടീച്ചറും തമ്മിലുള്ള കോൺവെർസേഷൻ എന്താണെന്ന് എഴുതണം. ഈ പിക്ചറിൽ നോക്കൂ, സാഷയും നവീനും അനുപമ ടീച്ചറോട് കവിതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്തൊക്കെയാണ് അവർ സംസാരിക്കാൻ ചാൻസ് ഉള്ളത്? ഇവിടെ സാഷ ടീച്ചറോട് എന്താണ് പറയുന്നത് നോക്കൂ. ടീച്ചർ, ഓൺ അവർ വേ ഹോം വി സോ എ ഗേൾ. ടീച്ചർ, ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഒരു പെൺകുട്ടിയെ കണ്ടു. പിന്നീട് എന്തായിരിക്കും ടീച്ചറും അനുപമയും തമ്മിൽ പറഞ്ഞിട്ടുണ്ടാവുക? അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. ടീച്ചറും സാഷയും തമ്മിലുള്ള കോൺവെർസേഷനാണ് ഇത്. നോക്കൂ, എന്താണ് അവർ പറയുന്നത്? സാഷ, ടീച്ചർ, ഓൺ അവർ വേ ഹോം വി സോ എ ഗേൾ. ടീച്ചർ, ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഒരു പെൺകുട്ടിയെ കണ്ടു. ടീച്ചർ, ഓക്കെ. സോ വാട്ട് ഡു യു വാണ്ട് ടു ടെൽ അബൌട്ട് ഹെർ? ഓക്കെ, പക്ഷെ നിങ്ങൾ എന്തിനാണ് അവളെക്കുറിച്ച് എന്നോട് പറയുന്നത്? സാഷ, ഷീ ഈസ് എ പുവർ ഗേൾ. അവളൊരു പാവം പെൺകുട്ടിയാണ്. ഐ തിങ്ക് ഷീ ഈസ് ഇൻട്രസ്റ്റിംഗ് ഇൻ ലേണിംഗ് ഫ്രം സ്കൂൾ. ഞാൻ വിചാരിക്കുന്നു അവൾക്ക് സ്കൂളിൽ പഠിക്കാൻ താല്പര്യമുണ്ട് എന്ന്. ടീച്ചർ, ഓൾ റൈറ്റ്. സോ ഹൗ ക്യാൻ ഐ ഹെൽപ്പ് ഹെർ? ശരി, ഞാൻ എങ്ങനെയാണ് അവളെന്നെ ഹെൽപ്പ് ചെയ്യേണ്ടത്? സാഷ, I want if you could make arrangements for admitting that girl in our school. നമ്മുടെ സ്കൂളിൽ ആ കുട്ടിയെ ചേർക്കണം എന്നാണ് എൻ്റെ ആവശ്യം. ടീച്ചർ, ഡോൺ വറി, അവർ ഹെഡ് മാസ്റ്റർ ഈസ് ഔട്ട് ഓഫ് സ്റ്റേഷൻ ടുഡേ. ലെറ്റ് മീ കോൺടാക്ട് ഹിം. നിങ്ങൾ വറീഡ് ആകണ്ട, നമ്മുടെ ഹെഡ് മാസ്റ്റർ ഔട്ട് ഓഫ് സ്റ്റേഷനാണ്, അതായത് ഇന്ന് ഇവിടെ ഇല്ല. ലെറ്റ് മീ കോൺടാക്ട് ഹിം. ഞാൻ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തോളാം. സാഷ, താങ്ക് യു മിസ്. സാഷ എന്താ പറഞ്ഞത്? താങ്ക് യു. Miss Anupama started messaging the headmaster. Select suitable dialogues and fill up the chat box. ഹെഡ്മാസ്റ്റർ അവിടെ ഉണ്ടായിരുന്നില്ല അല്ലേ? അപ്പോൾ ഹെഡ്മാസ്റ്ററും അനുപമ ടീച്ചറും തമ്മിൽ ചാറ്റ് ചെയ്ത മെസ്സേജസ് എന്തൊക്കെയായിരിക്കുമെന്ന് ഈ ബോക്സിൽ നിന്ന് നമ്മൾ കണ്ടെത്തി എഴുതണം. ഈ കാണുന്ന ചാറ്റ് ബോക്സിൽ ഇതിലേക്ക് വരുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡയലോഗ്സ് ഏതൊക്കെയാണെന്ന് കണ്ടെത്തി എഴുതണം. അനുപമ ടീച്ചറും ഹെഡ്മാസ്റ്ററും തമ്മിൽ ചാറ്റ് ചെയ്തത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, ഹായ് സാർ. ടീച്ചർ ഹായ് സാർ എന്ന് ചാറ്റ് ചെയ്തു. അപ്പോൾ ഹെഡ് മാസ്റ്റർ എന്താണ് പറയുന്നത്? ഹായ് അനുപമ ടീച്ചർ. ടുഡേ 2 of our students came to me. Who were they? Sasha and Naveen. Why did they come? They wanted to admit a girl to our school. Oh, no issue. We shall do it. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹെഡ് മാസ്റ്ററും അനുപമ ടീച്ചറും തമ്മിൽ ചാറ്റ് ചെയ്തത്. Activity 12. Look at the picture and make a list of things in the kitchen. Write them below. Visit your kitchen and add more items to the list. താഴെ തന്നിരിക്കുന്ന പിക്ചറിൽ കിച്ചണിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് ആ കുട്ടികളുടെ കയ്യിൽ. അവയുടെ പേര് നമ്മൾ ലിസ്റ്റ് ചെയ്ത് എഴുതണം. കൂടാതെ നമ്മുടെ കിച്ചണിലുള്ള വസ്തുക്കളും എന്തൊക്കെയാണെന്ന് എഴുതണം. എന്തൊക്കെയാണ് പിക്ചറിൽ തന്നിരിക്കുന്ന തിങ്സ് എന്ന് നോക്കാം. സ്പൂൺ, പ്ലേറ്റ്, കുക്കർ, ബൗൾ, നൈഫ്, ബക്കറ്റ്, മോപ്പ്, ഓവൻ, പിക്ചർ, പ്ലേറ്റ്, കപ്പ്, റൈസ് പോട്ട്, ക്ലേ പാൻ. ഇതുകൂടാതെ നിങ്ങളുടെ കിച്ചണിലുള്ള സാധനങ്ങളുടെ പേരും ഈ ലിസ്റ്റിൽ എഴുതി ചേർക്കാവുന്നതാണ്. ആക്ടിവിറ്റി 13. Classify the given terms in kitchen utensils, food items and food ingredients. Collect pictures of this and make an album. താഴെ തന്നിരിക്കുന്ന ലിസ്റ്റിൽ കിച്ചൺ യൂട്ടൻസിൽസ്, ഫുഡ് ഐറ്റംസ്, ഫുഡ് ഇൻഗ്രീഡിയൻസ് എന്നീ ലിസ്റ്റ് പ്രകാരം നമ്മൾ ക്ലാസിഫൈ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്ന് നോക്കാം. കിച്ചൺ യൂട്ടൻസിൽസ്, അതായത് കിച്ചണിൽ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ: സ്പൂൺ, പ്ലേറ്റ്, എഗ്, പ്രഷർ കുക്കർ, ബൗൾ, നൈഫ്, ഫോർക്ക്, കെറ്റിൽ, ഫ്രൈയിങ് പാൻ, സേവ്, വോക്ക്, റോളിംഗ് പിൻ, സ്പാറ്റുല, ഗ്രൈൻഡർ, ലാഡൽ, സ്ട്രെയിനർ, ക്ലേ പാൻ, earthenware, kitchen stove, oven, hearth, grinding stone, scoop, mortar and pestle, straining hoppers. ഇത്രയും കാര്യങ്ങളാണ് കിച്ചൺ യൂട്ടൻസിൽസിൽ വരുന്ന ഐറ്റംസ്. നെക്സ്റ്റ് ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. എഗ്, ബനാന, മിൻറ്റ് ലീവ്സ്, ടൊമാറ്റോ, ജിഞ്ചർ, ബോൾഡ് റൈസ്, ഡ്രൈഡ് ഡംപ്ലിങ്സ്, സ്റ്റീംഡ് ഡംപ്ലിങ്സ്, ബനാന ഫ്രിറ്റേഴ്സ്, സ്റ്റീംഡ് റൈസ് കേക്ക്, ഗീ റൈസ്, റൈസ് സൂപ്പ്, സാർഡൻ ഫ്രൈ, കുക്ക്ഡ് റൈസ്, ലെൻറ്റിൽ ഫ്രിറ്റേഴ്സ്.
നെക്സ്റ്റ് ഫുഡ് ഇൻഗ്രീഡിയൻസ് ആണ്. ചില്ലി പൗഡർ, സോൾട്ട്, ഷുഗർ, ടീ ലീവ്സ്, കൊറിയാണ്ടർ പൗഡർ, സാമ്പാർ പൗഡർ. ആക്ടിവിറ്റി 14. അമ്മ, ഷാൾ ഐ ടേക്ക് സം ഉണ്ണിയപ്പം ടു സ്കൂൾ? സാഷ ആസ്ക്ഡ്. വാട്ട് ഡു യു ലൈക്ക് ടു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്? സാഷ അമ്മയോട് ചോദിച്ചു, ഞാൻ കുറച്ച് ഉണ്ണിയപ്പം സ്കൂളിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ? നിങ്ങളുടെ ഫ്രണ്ട്സുമായി എന്ത് ഷെയർ ചെയ്യാനാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് ഇതുപോലെ എഴുതണം. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ ടോയ്സ് വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സുമായി ടോയ്സ് ഷെയർ ചെയ്യാനാണ് ഇഷ്ടം. അതുപോലെ കൂട്ടുകാരുടെ ഇഷ്ടം എന്താണ്? ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ ലഞ്ച് വിത്ത് മൈ ഫ്രണ്ട്സ്. എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ലഞ്ച് ഷെയർ ചെയ്യാനാണ് ഇഷ്ടം. ഇതുപോലെ മറ്റെന്തൊക്കെ ഷെയർ ചെയ്യാനാണ് കൂട്ടുകാർക്ക് ഇഷ്ടമെന്ന് ഇവിടെ എഴുതാം. ഓക്കെ. ആക്ടിവിറ്റി 15. റീകാസ്റ്റ് ദ സ്റ്റോറി ഇൻ മൈ വേർഡ്സ്. ഈ താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടേതായ രീതിയിൽ ഈ ഒരു സ്റ്റോറിയെ ക്രിയേറ്റ് ചെയ്ത് എഴുതണം. ഓക്കെ. അപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നോക്കാം. സാഷാസ് മദർ വോക്ക് ഹെർ അപ്പ് ഫ്രം സ്ലീപ്പ് ഇൻ മോർണിംഗ്. സാഷയുടെ അമ്മ അവളെ രാവിലെ എഴുന്നേൽപ്പിക്കാനായി വന്നു. ഹെർ ഫാദർ വാസ് കുക്കിംഗ് ഉണ്ണിയപ്പം ഇൻ ദി കിച്ചൺ. അവളുടെ അച്ഛൻ കിച്ചണിൽ ഉണ്ണിയപ്പം ഉണ്ടാക്കുകയാണ്. ഇറ്റ് വാസ് സാഷാസ് ഫേവറേറ്റ് സ്നാക്ക്. അത് സാഷയുടെ പ്രിയപ്പെട്ട സ്നാക്കാണ്. ഷി ബ്രോട്ട് സം ഉണ്ണിയപ്പം ടു ഹെർ സ്കൂൾ. അവൾ അവളുടെ സ്കൂളിലേക്ക് കുറച്ച് ഉണ്ണിയപ്പം എടുത്തു. ഷീ ഷെയർഡ് ഉണ്ണിയപ്പം ടു ആൾ ഹെർ ഫ്രണ്ട്സ്. അവൾ അവളുടെ ഫ്രണ്ട്സുമായി ആ ഉണ്ണിയപ്പം ഷെയർ ചെയ്തു. സാഷ സോ എ ഗേൾ നിയർ ദി ഡോർ. സാഷ ആ ഡോറിൻ്റെ അടുത്ത് ഒരു പെൺകുട്ടിയെ കണ്ടു. സാഷ ആൻഡ് നവീൻ ഹിയർ ദ സോങ് ദാറ്റ് ടീച്ചർ ടോട്ട് ദം ഇൻ ദി ക്ലാസ്. ടീച്ചർ അവരെ ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു പാട്ട് നവീനും സാഷയും കേട്ടു. ദേ സോ കവിത. അവർ കവിതയെ കണ്ടു. ഷീ വാസ് സിംഗിങ് ദാറ്റ് സോങ് ആൻഡ് ക്രാഡ്ലിംഗ് ഹെർ ബ്രദർ. അവൾ ആ ഒരു പാട്ട് പാടുകയും അതിനോടൊപ്പം തന്നെ അവളുടെ അനിയനെ തൊട്ടിലിട്ട് ആട്ടുകയും ചെയ്യുകയാണ്. ഹെർ ഡ്രസ് ആർ ടോൺ ആൻഡ് ഹാസ് മെസ്സി ഹെയർ. അവളുടെ വസ്ത്രം കീറിയതും അലങ്കോലമായ മുടിയുമായിരുന്നു. ഷീ ഫെൽ പുവർ ടു ദാറ്റ് ഗേൾ. അവൾക്ക് ആ പെൺകുട്ടി പാവമാണെന്ന് തോന്നി. ഷീ ഗേവ് എ സ്റ്റോറി ബുക്ക് ടു കവിത. സാഷ ആ കവിതയ്ക്ക് ഒരു സ്റ്റോറി ബുക്ക് നൽകി. സാഷ ആൻഡ് നവീൻ ടോൾഡ് അനു ടീച്ചർ അബൌട്ട് കവിത. സാഷയും നവീനും അനു ടീച്ചറോട് കവിതയെക്കുറിച്ച് പറഞ്ഞു. ഹെഡ് മാസ്റ്റർ അഡ്മിറ്റഡ് കവിത ഇൻ ദി സ്കൂൾ. ഹെഡ് മാസ്റ്റർ കവിതയെ സ്കൂളിൽ ചേർക്കാൻ സമ്മതിച്ചു. ആൾ ബിക്കേം ഹാപ്പി. എല്ലാവരും സന്തോഷിച്ചു. ആക്ടിവിറ്റി 16. ഒബ്സർവ് ദി പിക്ചേഴ്സ്. റൈറ്റ് എ സ്റ്റോറി ഇൻ മൈ ക്രിയേറ്റീവ് സ്പേസ്. താഴെ തന്നിരിക്കുന്ന ഈ പിക്ചേഴ്സ് നോക്കി നമ്മൾ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പെൺകുട്ടി കൂടയിൽ നിറയെ ഫ്രൂട്ട്സുമായി മാർക്കറ്റിലേക്ക് അവ വിൽക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴെന്താണ്, നിറച്ച അനിമൽസ് അല്ലേ, എലിഫൻറ്റ്, മങ്കി, ജിറാഫ്, പാരറ്റ്, ഈ അനിമൽസും ബേർഡ്സൊക്കെ എന്താ ചെയ്യുന്നത്, ആ കൂടയിൽ നിന്നും ഫ്രൂട്ട്സ് എടുത്തു. അപ്പോൾ എന്താണ്, ആ ഫ്രൂട്ട്സ് മൊത്തം കഴിഞ്ഞു. ആ സമയം ഒരാട് വന്ന് ഒരു മാംഗോ ട്രീയിൽ വന്ന് ഇടിക്കുകയാണ്. അപ്പോൾ എന്താണ്, ആ മരത്തിലെ മാംഗോസ് എല്ലാം ആ കൂടയിൽ വന്ന് വീണു. എന്നിട്ട് ആ കുട്ടി എന്താണ്, മാർക്കറ്റിൽ പോയി ആ മാങ്ങകളെല്ലാം വിൽക്കുകയാണ്. ഇതിന് നമുക്ക് ഒരു കഥയാക്കി എഴുതാം. എ ലിറ്റിൽ ഗേൾ കളക്റ്റഡ് മെനി ഫ്രൂട്ട്സ് ഇൻ ബാസ്ക്കറ്റ്. ഒരു പെൺകുട്ടി ഒരു ബാസ്ക്കറ്റ് നിറച്ച് ഫ്രൂട്ട്സ് കളക്ട് ചെയ്ത് പോവുകയാണ്. ഷി വാസ് ഗോയിങ് ടുവേർഡ്സ് ദി മാർക്കറ്റ് ടു സെൽ ദോസ് ഫ്രൂട്ട്സ്. അവൾ ആ ഫ്രൂട്ട്സ് എല്ലാം മാർക്കറ്റിലേക്ക് വിൽക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഷി കെപ്റ്റ് ദ ബാസ്ക്കറ്റ് ഓൺ ഹെർ ഹെഡ്. അവൾ ആ ഒരു കൂട തലയിൽ വെച്ച് പോകുന്നു. On her way, many animals started plucking the fruits from her basket, like elephant took orange, monkey took banana, giraffe took pineapple, and parrot took pear. അവൾ ആ മാർക്കറ്റിലേക്ക് പോകുന്ന വഴിയിൽ അവളുടെ കൂടയിൽ നിന്നും അവൾ അറിയാതെ കുറേ അനിമൽസ് അവളുടെ ആ ഒരു ഫ്രൂട്ട്സ് എടുത്തു. ആരൊക്കെയാണ് എടുത്തത് നോക്കൂ. എലിഫൻറ്റ് എന്താ എടുത്തത്, എലിഫൻറ്റ് ഓറഞ്ച് എടുത്തു, മങ്കി അതുപോലെ ബനാന എടുത്തു, ജിറാഫ് പൈനാപ്പിൾ എടുത്തു, പാരറ്റ് പിയറും എടുത്തു. അറ്റ് ലാസ്റ്റ് ഹെർ ബാസ്ക്കറ്റ് ബിക്കേം എംപ്റ്റി. അങ്ങനെ അവസാനം അവളുടെ ആ ഒരു ബാസ്ക്കറ്റ്, ആ ഒരു കൂട എംപ്റ്റി ആയി, അതായത് കാലിയായി, ഒന്നുമില്ലാത്ത ഒരു കൂടയായി അത് മാറി. വൺ ഗോട്ട് ഹിറ്റ് എ മാംഗോ ട്രീ ആൻഡ് മെനി മാംഗോസ് ഫെൽ ഫ്രം ദി ട്രീ. ഒരു ആട് വന്നിട്ട് ആ ഒരു മാംഗോ ട്രീയിൽ ഇടിച്ചു. അപ്പോഴെന്തുണ്ടായത്, ആ മാംഗോസ് എല്ലാം ആ മരത്തിൽ നിന്നും വീണു. ആൾ ദോസ് മാംഗോസ് ഫെൽ ഇൻ ടു ഹെർ ബാസ്ക്കറ്റ്. ആ മാംഗോസ് എല്ലാം അവളുടെ ബാസ്ക്കറ്റിലേക്കാണ് വീണത്. ആൾ മാംഗോസ് വെർ സോൾഡ് ഔട്ട് അറ്റ് ദി മാർക്കറ്റ്. ആ മാങ്ങകളെല്ലാം അവൾ മാർക്കറ്റിൽ വിറ്റഴിച്ചു. അപ്പോൾ 10 ടച്ച് എന്ന ഈ ഒരു യൂണിറ്റിലെ 16 ആക്ടിവിറ്റീസും അതിൻ്റെ ആൻസേഴ്സും നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക്